ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഈ സെക്ഷൻ റിലേറ്റീവ്ലി ഈസിയാന്ന് ഞാൻ പറയും. കാരണം നിങ്ങൾക്ക് പരിചയമുള്ള കുറേ കാര്യങ്ങൾ തന്നെയാണ്. 10ാം ക്ലാസ് മുതലേ നിങ്ങൾ കാണുന്നതാണ്. ഓക്കെ, വേറെ ഒന്നുമല്ല. 10ാം ക്ലാസ്സിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്ഥിതിവിവരക്കണക്ക് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും. +1 +2 സയൻസ് എടുത്തവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അറിയുണ്ടാവും. ഓക്കെ, അതിൽ സംഭവം ഒരു ടേബിളായിട്ടൊക്കെ ഡാറ്റ തരും. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യും. മീഡിയൻ മോഡൊക്കെ കണ്ടുപിടിക്കുന്നത്. ഇവിടെ മീഡിയൻ മോഡൊന്നും അല്ല, അങ്ങനെ ടേബിളായിട്ടോ ചിത്രങ്ങളായിട്ടൊക്കെ ഒരു ഡാറ്റേനെ ഇൻ്റർപ്രറ്റ് ചെയ്യാറുണ്ട്. ഡാറ്റ ഇത്രത്തോളം പേര്, ഇപ്പോൾ നമുക്കൊരു ടേബിൾ തന്നു, അതിൽ ഓരോ ടേബിൾ ഇങ്ങനെ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ വർഷം ഇത്ര പേരുണ്ടായിരുന്നു അവിടെ, അല്ലെങ്കിൽ ഈ വർഷം ഇത്രയും പേരുടെ പോപ്പുലേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഡാറ്റേനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് അത് വെച്ചിട്ട് അത് നമ്മൾ അനലൈസ് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, എക്സാമ്പിൾ ഡയറക്റ്റായിട്ട് പറയാം. ഫസ്റ്റത്തെ ടേബിൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സാധനം ടേബിൾ. ഇപ്പോൾ ഈ ടേബിൾ തന്നെ റീഡ് ചെയ്യാൻ എങ്ങനെ റീഡ് ചെയ്യേണ്ടതെന്നുള്ളത് വൃത്തിയായും പ്രാക്ടീസ് ചെയ്യാൻ തന്നെ വേണം. അപ്പം ഏറ്റവും ഈസിയസ്റ്റ് വേ ആണ്. കുറേ റോ ഉണ്ടാവും, കുറേ കോളം ഉണ്ടാവും എന്നൊക്കെ നമുക്കറിയാം. അതിലൊരു ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു പ്രത്യേക തരം, ചിലതിൽ ഒന്നിൽ കൂടുതൽ ടൈപ്പ് ഡാറ്റയൊക്കെ ഉണ്ടാവും. സിമ്പിൾ ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കൈൻഡ്. അത് നിങ്ങൾ സിമ്പിൾ ടേബിൾ ഒന്നും എന്താണെന്ന് അറിയണമെന്നില്ല, ജസ്റ്റ് പറഞ്ഞു അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ളത് ആദ്യം ഹെഡിങ് വായിക്കുക, നമ്പർ ഓഫ് എൻ്റർടൈൻമെൻറ്റ് ഷോസ് ഇൻ ഹൺഡ്രഡ്സ്. അപ്പോൾ ഇതിലുള്ള അതേ നമ്പേഴ്സ് അല്ല നിങ്ങൾ റീഡ് ചെയ്യേണ്ടത്, അതൊക്കെ ഹൺഡ്രഡ്സിലാക്കിയിട്ടാണെന്ന് മനസ്സിലാക്കുക. ഹെൽഡ് ഇൻ വേരിയസ് സിറ്റീസ് ഇൻ ഇയർ. ഓരോ സിറ്റികളിലും ഇപ്പോൾ എത്ര എൻ്റർടൈൻമെൻറ്റ് ഷോസ് നടന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഷോകളുടെ ലിസ്റ്റാണിത്. ഡാൻസ്, മ്യൂസിക്, ഡ്രാമ, ഈ രീതിയിലുള്ള ഷോകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. സിറ്റികളാണ് കുത്തനെ അല്ലെങ്കിൽ കോളായിട്ട് കൊടുത്തിട്ടുള്ളത്. MNOPQR എന്നൊക്കെ സിറ്റികളുടെ പേര് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റീഡ് ചെയ്യുകയാണെങ്കിൽ എന്ന സിറ്റിയിൽ 1500 എന്നല്ല ഞാൻ വായിച്ചത്, 1500. അപ്പോൾ 100 കൂട്ടി വായിക്കണം. 1500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1500 ഡാൻസ് ഷോസ് നടന്നിട്ടുണ്ട്. എന്ന സിറ്റിയിൽ 2100, അതായത് 2100 മ്യൂസിക് ഷോസ് നടന്നിട്ടുണ്ട്. 2400 ഡ്രാമ ഷോസ്, അല്ലെങ്കിൽ 0.8 × 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 800 പറ്റുമില്ല 80. ഓക്കെ, 80 സ്റ്റാൻഡപ്പ് കോമഡി നടന്നിട്ടുണ്ട്. 90 മിമിക്രി നടന്നു. അപ്പോൾ എന്ന സിറ്റിയിലത്തെ ഡാറ്റകൾ മൊത്തം ഈ ഒരു റോന്ന് കിട്ടും. ഇനി എന്ന സിറ്റിയിൽ ഇതുപോലെ വായിക്കാം. ഇപ്പോൾ റാൻഡായിട്ട് തന്നെ എന്ന സിറ്റിയിൽ എത്ര ഡ്രാമ ഷോസ് നടന്നിട്ടുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന സിറ്റി സെലക്ട് ചെയ്യുക. റോള് ഡ്രാമ 11 100 കാരണം 1200 ഡ്രാമ ഷോസ് നടന്നിട്ടുണ്ട്. ഈ രീതിയിൽ നമ്മൾ ടേബിൾ റീഡ് ചെയ്യാൻ ആദ്യം പഠിക്കുക, എന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, ഈ ടേബിൾ അനലൈസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ്, അതിൽ മെയിനായിട്ട് പെർസെൻറ്റേജ് വെച്ചിട്ടൊക്കെ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ പെർസെൻറ്റേജ് അറിയണം, എങ്ങനെയാണ് പെർസെൻറ്റേജിൽ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ. ജസ്റ്റ് ഇൻറ്റു 100. ഓക്കെ, പെർസെൻറ്റേജിൽ കൺവേർട്ട് ചെയ്യാൻ ആലോചിച്ചതിന് ഇൻറ്റു 100. ഓക്കെ, ഞാൻ എക്സാമ്പിൾ ചെയ്യാം. ദ മിമിക്രി ഷോസ് ഹെൽഡ് ഇൻ സിറ്റി M ആർ വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഡ്രാമ ഷോസ് ഹെൽഡ് ഇൻ സിറ്റി O. അതായത് എമ്മിലെ മിമിക്രി ഷോസ് ഓയിലെ ഡ്രാമ ഷോസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്ന്. അപ്പോൾ രണ്ടും കണ്ടുപിടിക്കണം. എമ്മിലെ മിമിക്രി ഷോസ് എത്ര ഉണ്ട്? ഓക്കെ, അപ്പോൾ എമ്മിലെ മിമിക്രി ഷോസ് 0.9 × 100. എമ്മിലെ മിമിക്രി ഷോസ് 0.9 × 100. പിന്നെ ഓയിലെ ഡ്രാമ ഷോസ് അല്ലേ, ഓന്ന് എടുത്തു, അതിലെ ഡ്രാമ ഷോസ് 12 × 100. അപ്പോൾ ഓയിലെ ഡ്രാമ ഷോസ് 12 × 100. ഓക്കെ, എമ്മിലെ മിമിക്രി ഷോസ് ഓലെ ഡ്രാമ ഷോസിൻ്റെ എത്ര ഭാഗമാണ്, എത്ര പെർസെൻറ്റേജ് ആണ് ചോദിച്ചു കഴിഞ്ഞാൽ എമ്മിലെ മിമിക്രി ഷോസ് മുകളിലും എത്ര ഭാഗമാണ് അല്ലെങ്കിൽ അതാണ് താഴെ എഴുതേണ്ടത്. ഇയാളുടെ എത്ര ഭാഗമാണെന്നല്ലേ, അപ്പോൾ വലിയ പുള്ളി താഴെ. ഓക്കെ, ഇൻറ്റു 100. ഇതാണ് പ്രോസസ്സ്. അപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്ത് കാൽക്കുലേറ്ററും കയ്യിലുണ്ടാവുമല്ലോ, വെട്ടിക്കളഞ്ഞിട്ട് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. 0.9 × 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90/12 എന്നൊക്കെ വരും. 90/12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് 7.5% ആണ് തോന്നുന്നു. ഓക്കെ, യെസ്. അപ്പോൾ വേണ്ടോ ആൻസർ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. വാട്ട് ഈസ് ദ ആവറേജ് നമ്പർ ഓഫ്, അപ്പോൾ ആവറേജ് ആണല്ലോ അടുത്തത്. പെർസെൻറ്റേജ് ആവറേജൊക്കെ നിങ്ങൾക്ക് കേട്ട് പരിചയമില്ലായിരിക്കും. ആവറേജ് നമ്പർ ഓഫ് എൻ്റർടൈൻമെൻറ്റ് ഷോസ് ഹെൽഡ് ഇൻ സിറ്റി P. അപ്പോൾ P എന്ന സിറ്റിയിൽ ആവറേജ് ഓരോന്നും ഓരോ എണ്ണം അല്ലേ. ഡാൻസ് 11.3, അതായത് 100. മ്യൂസിക് 600, ഡ്രാമ 1800, അതായത് 1800, അങ്ങനെയല്ലേ. അപ്പോൾ അതിൻ്റെ ആവറേജ് എത്രയാണ്? ഓക്കെ,
അപ്പോൾ ആവറേജ് കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് സം ബൈ ടോട്ടൽ അല്ലെങ്കിൽ എണ്ണം നമ്പർ അല്ലേ. ഓക്കെ, സം ബൈ കൗണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതെല്ലാം കൗണ്ട് ചെയ്യുക, അല്ല സം ചെയ്യുക ആദ്യം. 11.3 + 6 + 18 + 1 + 1.5 എല്ലാം കൂടെ സം ചെയ്യാം. സം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാൽക്കുലേറ്റർ ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. എല്ലാം കൂടെ സം ചെയ്യുക, നിങ്ങൾക്ക് വരിക 7.56 സോറി 7.56 × 5 വരല്ലേ. ഓക്കെ, എല്ലാം കൂടെ സം ചെയ്യുക, അതന്നെ എല്ലാം കൂടെ സം ചെയ്യുക ബൈ എത്ര എണ്ണം ഉണ്ട്, 5 എണ്ണം ഉണ്ട്, ഡിവൈഡ് ബൈ 5 × 100. ആവറേജ് നമ്പർ എന്ന് പറയുമ്പോൾ ശരിക്കും ×100 ചെയ്യണം. ഇവിടുത്തെ ×100 എന്തായാലും ചെയ്യണം. ഇത് പെർസെൻറ്റേജിൻ്റെ ×100 അല്ല കേട്ടോ. ആവറേജ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഈ ഓരോ നമ്പറും ഇപ്പം ഈ 11.3 പറഞ്ഞാൽ 11.3 ഷോസ് നടന്നതല്ലല്ലോ. 11.3 × 100 അതായത് 1130 ഷോസ് നടന്നതല്ലേ. അപ്പോൾ ആവറേജ് കാണാൻ ഒരു ×100 കൂടെ വേണം ഈ കേസിൽ. സമ്മ് ബൈ എത്ര എണ്ണം ഉണ്ടോ അത് ×100. ഇവിടുത്തെ ×100 ആവറേജ്. ഇവിടുത്തെ ഓരോ നമ്പറും ഹൺഡ്രഡ്സിലായതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ടേബിൾ വായിച്ചിട്ട് അല്ലെങ്കിൽ ടേബിൾ അനലൈസ് ചെയ്തിട്ട് ആൻസർ ചെയ്യുന്ന പരിപാടി. അടുത്തൊരു മെത്തേഡാണ് ബാർ ഗ്രാഫ്. ബാർ ഗ്രാഫ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് എക്സാമ്പിൾ കാണിച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് കുറേ റെക്റ്റാങ്കുലർ ബ്ലോക്കുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് വായിക്കാം. ആദ്യം നമ്മൾ എക്സ് ആക്സ് വൈ ആക്സ് ഒക്കെ കൊണ്ട് നിങ്ങൾ ഗ്രാഫ് വരയ്ക്കലൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഇവിടെയൊക്കെ മാർക്ക് ചെയ്തത് ഇയേഴ്സാണ്, വർഷങ്ങളാണ്. ഇവിടെയൊക്കെ മാർക്ക് ചെയ്ത് നമ്മൾ ടേബിൾ വായിക്കുമ്പോൾ എപ്പോഴും ഹെഡിങ്ങുകളാണ് നോക്കേണ്ടത് ആദ്യം. അതേപോലെ തന്നെ ഗ്രാഫ് അല്ലെങ്കിൽ ബാർ ഗ്രാഫൊക്കെ നോക്കുമ്പം നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എക്സ് ആക്സിൽ എന്തൊക്കെയാണ്, വൈ ആക്സിൽ എന്തൊക്കെയാണെന്ന് നോക്കുക. എക്സ് ആക്സിൽ ഇയറുകളാണ്, വർഷങ്ങളാണ്. 2008 എന്ത് സംഭവിച്ചു, 2009, 2010. അപ്പോൾ ഒരു പിക്ചറിൻ്റെ രൂപത്തിൽ കിട്ടും. പിന്നെ സെയിൽ ഓഫ് സെല്ലുലാർ ഫോൺസിൻ്റെ സെയിലാണ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്പേഴ്സ് ഇവിടെ അത് ലക്ഷങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അതൊന്നും മെൻഷൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ വേണ്ട, മൈൻഡ് ചെയ്യണ്ട. അപ്പം 2008 48 സെല്ലുലാർ ഫോൺ വിറ്റു. ഓക്കെ, അപ്പോൾ ചോദ്യം ഇവിടെ 48 എന്ന് എഴുതിയതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. ചിലതിൽ നമ്മൾ നോക്കി മനസ്സിലാക്കേണ്ടി വരും. ഓക്കെ, ഇതിൻ്റെ ഹൈറ്റ് എത്രത്തോളം കറക്റ്റ് 50-ആണോ നിൽക്കണം. വളരെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടാവും. 2008 48 എണ്ണം വിറ്റെണ്ണു, 2009 40 എണ്ണം, 2010 30 എണ്ണം, 2011 25 എണ്ണം, 2012 18 എണ്ണം. നമുക്കിപ്പോൾ ഇതിൻ്റെ അനലൈസ് ചെയ്യുമ്പോൾ ഒരു സ്വഭാവമൊക്കെ മനസ്സിലാവും, കുറഞ്ഞു വരികയാണല്ലോ. പക്ഷേ 2013 ഡ്രാസ്റ്റിക് ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ടല്ലോ. 2013 40 എണ്ണം വിട്ടിട്ടുണ്ട്, 18 40ആയി. അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്കൊരു അനലൈസ് നടത്താൻ നല്ലതാണ് ബാർ ഗ്രാഫ്. ഓക്കെ, നമുക്കത് എങ്ങനെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ സെയിൽസ് ഫ്രം 2012 to 2013. അപ്പോൾ 2012 2013 പോയപ്പോൾ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ഉണ്ടായി നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. 2012 2013 പോയിക്കഴിഞ്ഞാൽ കറക്റ്റ് 22, 18 40 എന്ന് പറഞ്ഞാൽ 22 ഇൻക്രീസ്. പക്ഷേ പെർസെൻറ്റേജ് ഇൻക്രീസിന് ഒരു ഇക്വേഷനായിട്ട് നിങ്ങൾക്ക് എഴുതിക്കോ. പെർസെൻറ്റേജ് ഇൻക്രീസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്രത്തോളം വെറും ഇൻക്രീസ് എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 22 എഴുതായിരുന്നു അല്ലേ. അപ്പോൾ പെർസെൻറ്റേജ് ഇൻക്രീസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡിഫറൻസ് മുകളിൽ എഴുതാം, എത്രത്തോളം കൂടി എന്നുള്ളത്. ഇപ്പോൾ 22 അല്ലേ ഇവിടെ, 40 - 18 ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈഡ് ബൈ ഇനീഷ്യൽ, അതായത് തുടക്കത്തിൽ. ഇപ്പോൾ 2012 2013 ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2012 വേണം നിങ്ങൾ അടിയിൽ എഴുതാൻ, മാറിക്കഴിഞ്ഞാൽ തെറ്റിപ്പോവും. ഓക്കെ, ×100 അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് എത്രയാണ്, 40 - വലുതും ചെറുത് കുറയ്ക്കാം. ഇൻക്രീസ് അല്ലേ, 40 - 18. ഇനീഷ്യലായിട്ടുള്ള തുടക്കത്തിൽ 18 ആണുള്ളത്, ×100 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. 22/18 ഫ്രാക്ഷൻ വരും, എന്നാലും ഏകദേശം അടുത്തുള്ളതിന് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 122%. അത് നിങ്ങൾ നോക്കണം, 100ൻ്റെ മേലെ ശതമാനം പോയി എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കൂടി എന്നാണ് മീനിങ്. ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100നേക്കാൾ കൂടുതലുണ്ടാവും. ഓക്കെ, കൂടുതൽ അല്ലെങ്കിൽ കൂടിയിട്ടുണ്ട് എന്നുള്ള മീനിങ്ങിനാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം അപ്രോക്സിമേറ്റ്ലി 122% കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു പെർസെൻറ്റേജ് ഇൻക്രീസ് എന്ന സാധനം ഒരു ഫോർമുല നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്താൽ അങ്ങനെ അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, ഇനി അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ അവർ പറയുന്നുണ്ട്. ഫൈൻഡ് ദ 2 years ബിറ്റ്വീൻ വിച്ച് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെല്ലുലാർ ഫോൺസ് ഈസ് മിനിമം. ഈ റേറ്റ് ഓഫ് ചേഞ്ച് മിനിമം ആയത്, അതായത് ചേഞ്ച് അധികം ഇല്ലാത്തത്. ഇപ്പം നോർമലി നോക്കുകയാണെങ്കിൽ ഇതൊന്ന് 8 കുറഞ്ഞു, 10 കുറഞ്ഞു, 5 കുറഞ്ഞു, 7 കുറഞ്ഞു.
പിന്നെ 22 കൂടി. അപ്പോൾ വലിയൊരു ചേഞ്ച് ഇല്ലാത്തത് ഏത് വർഷത്തിലാണെന്ന ക്വസ്റ്റ്യൻ. റേറ്റ് ഓഫ് ചേഞ്ച് മിനിമം ആയത് ഏത് വർഷത്തിലാണെന്ന ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചാടി കയറിയിട്ട് ഏതാ പറയുക? 5 കുറഞ്ഞിട്ടുള്ളൂ ഇവിടെ, അതാണെന്ന് പെട്ടെന്ന് എഴുതും. പക്ഷേ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇവിടെ 30-ൽ നിന്നാണ് 5 കുറഞ്ഞത് അല്ലേ? 30 ഉണ്ടായിരുന്നതിൽ 5 കുറയുന്നതാണ് അവിടെ. അപ്പോൾ 48-ന്ന് 40 കുറയുന്നത്, 48-ന്ന് 8 കുറഞ്ഞു. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് നോക്കുമ്പോൾ നിലവിൽ എത്ര ഉണ്ടായിരുന്നു എന്നും കൂടെ നോക്കണ്ട. അല്ലാതെ 10 എണ്ണം കയ്യിലുള്ള ഒരാളിടുന്ന് 1 കുറയുന്നതാണോ, 100 എണ്ണം കയ്യിലുള്ള ഒരാളിടുന്ന് 2 എണ്ണം കുറയുന്നതാണോ നല്ല കുറവ്? അല്ലെങ്കിൽ എന്താ പറയുക, വലിയ ക്ഷീണം, വലിയ കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ ശരി? 100 എണ്ണം ഉള്ളയിടത്ത് 2 എണ്ണം പോയി കഴിഞ്ഞാൽ അയാളെ ചിലപ്പോൾ വലിയ ബാധിക്കുകയൊന്നും ചെയ്യില്ല. പക്ഷേ 10 എണ്ണം ഉള്ളയിടത്ത് 1 എണ്ണം പോയി കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ആ കുറഞ്ഞതിൻ്റെ എണ്ണം മാത്രം നോക്കിയാൽ പോരെ. റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഇതേ ഇക്വേഷൻ തന്നെ കേട്ടോ. റേറ്റ് ഓഫ് ചേഞ്ച് പറയുമ്പോൾ നിങ്ങൾ അതൊരു ഇക്വേഷനായിട്ട് തന്നെ കരുതിക്കോ. റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ചോദിച്ചതെന്നുണ്ടെങ്കിലും അവിടെ നിങ്ങൾ ഡിഫറൻസ് കാണുക, നിലവിൽ എത്ര ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇനീഷ്യൽ ഇൻറ്റു 100. ആ സെയിം ഇക്വേഷൻ തന്നെ യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഇത് എവിടെ തന്നെ ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ 2008-ന്ന് 2009-ലേക്ക് ഉണ്ടായ റേറ്റ് ഓഫ് ചേഞ്ച് കാണാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായ ഡിഫറൻസ് എത്രയാണ്? 2008-ൽ 48 എണ്ണം ഉണ്ട്, 2009-ൽ 40 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ ഡിഫറൻസ് എത്രയാണ് അവിടെ? 2008 2019 ഡിഫറൻസ് 8 ആണ്. ഓക്കെ, ഇനി ഇനീഷ്യലായിട്ട് എത്ര ഉണ്ടായിരുന്നു? എത്ര എണ്ണമാണ് 8 എണ്ണം കുറഞ്ഞത്? 48 എണ്ണമാണ്. ഓക്കെ, ഇൻറ്റു 100 ചെയ്തപ്പോൾ 16.6 കിട്ടിയത്. അത്രയും പെർസെൻറ്റേജ്. മിനിമം എന്ന് പറയുമ്പോൾ എല്ലാതും കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ ഇതുപോലെ എല്ലാതും കണ്ടുപിടിക്കുക. അടുത്തത് അതെ, അടുത്ത 2019 2010-ലേക്ക് ആകുമ്പോൾ 2009 2010-ലേക്ക് ആകുമ്പോൾ ഡിഫറൻസ് 10 ആണ്. തുടക്കത്തിൽ 40 ഉണ്ടായിരുന്നു. അപ്പോൾ 10/40 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ 25%. ഓക്കെ, അതേപോലെ അടുത്ത 10 11 നമ്മൾ പറഞ്ഞ 5-ലേക്ക് പോയി കഴിഞ്ഞാൽ 2010 11-ലേക്ക് പോയി കഴിഞ്ഞാൽ ഡിഫറൻസ് 5 ആണ്. തുടക്കത്തിൽ 30 ഉണ്ടായിരുന്നു. അപ്പോൾ 5/30 ഇൻറ്റു 100 കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ഉത്തരങ്ങളും കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി നോക്ക്, ഏറ്റവും കുറവ് ഏതിലാണ്? 2008 2019-ലും 2010 2011-ലും മിനിമം ആണ് എന്ന് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ കണ്ടോ ആൻസേഴ്സ് കണ്ടോ? ബോത്ത് എ ആൻഡ് ബി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എയും ചാടിക്കറിയിട്ട് ആൻസർ ചെയ്യരുത്, ബിയും ചാടിക്കറി ആൻസർ ചെയ്യരുത്, രണ്ടും ബോത്ത് എ ആൻഡ് ബി പറഞ്ഞൊരു ആൻസറും കൂടെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ 5 എന്ന് കണ്ടിട്ട് ചാടിക്കറിയിട്ട് അത് ആൻസർ ചെയ്യരുത്. റേറ്റ് ഓഫ് ചേഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഇനീഷ്യൽ എത്ര ഉണ്ടായിരുന്നു എന്നും കൂടെ കൺസിഡർ ചെയ്യണം. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ചിനും സെയിം പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസിൻ്റെ അതേ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്തതാണ് പൈ ചാർട്ട് അഥവാ സർക്കിൾ ഗ്രാഫ്. ഓക്കെ, അവിടെ നിങ്ങൾ 1-2 ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. വേറെ ഒന്നല്ല, നിങ്ങൾ പൈ ചാർട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഒരു കേക്ക് കട്ട് ചെയ്യണ പോലെ തന്നെ ആലോചിച്ചാൽ മതി. ഇപ്പോൾ ഈ ഒരു ഫിഗർ ഒരു വട്ടം ഉണ്ടായിരിക്കും, അതിനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായി ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് ഇതേ കണ്ടോ, ഈ ചിത്രം കണ്ടോ, ഇത് വെച്ചിട്ട് തന്നെ പറയാം നാഷണൽ ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചർ, നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തം എന്തിനൊക്കെയാണ് ചിലവ് ആക്കുന്നതെന്നുള്ളത് നമ്മുടെ ബഡ്ജറ്റൊക്കെ പറയാറില്ലേ. അപ്പോൾ അതിൽ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇത്ര രൂപ നീക്കി വെച്ചു എന്നൊക്കെ പറയാറില്ലേ. അതുപോലെ ഇതിൽ കണ്ടോ, മിലിറ്ററിക്കാണ് 59%. ശരിക്കും ഇതിൽ ഈ ഒരു ചിത്രത്തിൽ പ്രശ്നമുണ്ട്. 59% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതിയിലേറെ ഉണ്ട്. കോമൺ സെൻസ് ആൾക്ക് മനസ്സിലാവും, കുറേ എന്തൊക്കെയും അപാകത ഉണ്ടല്ലോ. 59% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വട്ടത്തിൻ്റെ പകുതിയിലേറെ വേണം. ഓക്കെ, അത് അവർ വരച്ചപ്പോൾ മിസ്റ്റേക്ക് വന്നായിരിക്കാം. അപ്പം ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഏതാണ് ഏറ്റവും കുറവ് കണ്ടെന്ന് മനസ്സിലാവും. അതേഴ്സ് വെറ്ററൻസ് എന്തായിരുന്നു, മറന്നുപോയി. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റ്, കടത്തിനുള്ള പലിശ കൊടുക്കാനുള്ളത്, ഇൻ്റർനാഷണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് 9%. അപ്പോൾ ഓരോ കാര്യം കണ്ട ഒറ്റ മിലിറ്ററി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലേ ഇത്രയും കാശ് നമ്മൾ ചിലവാക്കണം. നമുക്ക് ആ ഒരു ധാരണ കിട്ടാൻ വേണ്ടി ഒരു പിക്ചറിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കിട്ടും. അതിനാണ് ഈ പൈ ചാർട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം അവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 2 കാര്യം. ഇപ്പോൾ ഇത് ഒരു സർക്കിളിൻ്റെ മൊത്തം ആംഗിൾ എത്രയാണ്? 360 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ആംഗിൾ വെച്ചിട്ട് ഇത് പറയാറുണ്ട്. ആംഗിൾ വെച്ചിട്ടും പെർസെൻറ്റേജ് വെച്ച്, ഇതിപ്പോൾ പെർസെൻറ്റേജ് വെച്ചിട്ടാണ്, ആംഗിൾ വെച്ചിട്ടും കാണിക്കാറുണ്ട്. ഓക്കെ, ഞാൻ നോക്കി നോക്കട്ടെ ഉണ്ടോ എന്നുള്ളത്. ഇതിൽ തന്നെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാമല്ലോ. ഇല്ല. ഓക്കെ, അപ്പോൾ ആംഗിൾ വെച്ചിട്ടും കാണാറുണ്ട്. അപ്പോൾ ആംഗിൾ ഇതിൽ തന്നു കഴിഞ്ഞാൽ പെർസെൻറ്റേജിലേക്ക് മാറ്റാനും, പെർസെൻറ്റേജ് തന്നു കഴിഞ്ഞാൽ ആംഗിളിലേക്ക് മാറ്റാനും നിങ്ങൾ അറിയിക്കണം. ഓക്കെ, ഇത് ആംഗിൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എത്രത്തോളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തൊന്നും റിലീജിയൻ വൈസ് ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിരിക്കുക, അവിടെ എത്ര വർക്കേഴ്സ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അത് ആംഗിൾ വൈസ് ആണ്. അപ്പോൾ അത് നമുക്ക് പെർസെൻറ്റേജിലേക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ അങ്ങനെ എങ്ങനെ പെർസെൻറ്റേജിലേക്ക് മാറ്റാം, എങ്ങനെ ആംഗിളിലേക്ക് മാറ്റാം എന്നുള്ളതാണ് ഒരു 2 ഇക്വേഷൻ. അതായത് ഇപ്പോൾ ഡിഗ്രിയിലാണ് നിങ്ങൾക്ക് തന്നു നിർത്താം. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു എണ്ണം സർക്കിൾ വന്നത് അങ്ങനെ വരച്ചാൽ ഇതൊരു 60 ഡിഗ്രി ഉണ്ട് എഴുതാം. 60 ഡിഗ്രി ഏരിയയിൽ ഒരു പർട്ടിക്കുലർ സെക്ഷൻ, പിന്നെ ഇതൊരു 180 ഡിഗ്രി വേറൊരു സെക്ഷൻ, ഇത് 120 ഡിഗ്രിയിൽ വേറൊരു സെക്ഷൻ. അപ്പോൾ ഇങ്ങനെ 3 കഷ്ണങ്ങളാണെന്ന് കരുതുക. ഇതിന് പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ആംഗിളിനെ ടോട്ടൽ എത്രയാണ് 360, അതിന് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്താൽ അത് പെർസെൻറ്റേജിലേക്കായി. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് കണ്ടറിയാം 180 ഡിഗ്രി പറഞ്ഞാൽ കറക്റ്റ് പകുതിയാണെന്നറിയാം. അതെന്തുകൊണ്ട് 50%? ഇപ്പോൾ കറക്റ്റ് പകുതി പറഞ്ഞു കഴിഞ്ഞാൽ 50% അല്ലേ. അപ്പോൾ 180 ഡിഗ്രി തന്ന ആംഗിളിനെ 360 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരമായി. 180/360 പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ആണ്. 1/2 ഇൻറ്റു 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100ൻ്റെ പകുതി 50%. ഓക്കെ, ഇനി തിരിച്ച് എന്താ പറയുക, പേഴ്സൻറ്റേജിൽ തന്നു വരുന്നത്, പേഴ്സൻറ്റേജിൽ തന്നിട്ട് നമുക്ക് ആംഗിളിലേക്ക് മാറ്റാം. അപ്പോൾ അത് ഇക്വേഷൻ കേട്ടോ, ഇതൊന്ന് എഴുതി വയ്ക്കുന്നത് നല്ലതാണ്. ആംഗിളിൽ തന്നിട്ട് പേഴ്സൻറ്റേജിലേക്ക് മാറ്റാനുള്ള വഴിയാണിത്. ഓക്കെ, ആംഗിളിൽ തന്നിട്ട് പേഴ്സൻറ്റേജിലേക്ക് മാറ്റാനുള്ള വഴിയാണ് ആംഗിൾ ഓഫ് സെക്ടർ, അഥവാ നമുക്ക് തന്നിട്ടുള്ള കഷ്ണത്തിൻ്റെ ആംഗിൾ ബൈ 360 ഇൻറ്റു 100, അപ്പോൾ പേഴ്സൻറ്റേജിലേക്ക് മാറും. ഓക്കെ, പിന്നെ 1 കംപ്ലീറ്റ് സർക്കിളിനെയാണ് നമ്മൾ പൈ എന്നൊക്കെ പറയുന്നത്. അതിനെ കുറേ സെക്ഷൻസ് ആക്കി മാറ്റും, അത്രയേ ഉള്ളൂ, അല്ലാതെ ഒന്നും പറയാനില്ല അതിൽ. പിന്നെ ഇനി തിരിച്ച് പേഴ്സൻറ്റേജിൽ നിന്ന് ആംഗിളിലേക്ക് മാറ്റാൻ എന്തായിരിക്കും, അവിടെ വേറൊന്നുമില്ല. ഇപ്പോൾ ടോട്ടൽ ആംഗിൾ എത്രയാണ് 360 ആയതുകൊണ്ട് നമ്മൾ 360 കൊണ്ട് ഡിവൈഡ് ചെയ്ത്, ടോട്ടൽ പേഴ്സൻറ്റേജ് എത്രയാണ്, ടോട്ടൽ പേഴ്സൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ 100% അല്ലേ. ഇനി എത്ര പേഴ്സൻറ്റേജ് ആണോ നമുക്ക് തന്നിട്ടുള്ളത്, ഇപ്പോൾ ഇതൊരു മേ ബി ഡിവൈഡ് ചെയ്തപ്പോൾ ഇതൊരു 40%, 40% ഒന്നും ഇല്ല അല്ലേ, 25% ഉണ്ടാവുള്ളൂ. 25%, ഇതൊരു 30%, 30 അല്ലാതെ 30 ഉണ്ടാവും. ഓക്കെ, ഇതൊരു 45%, ടോട്ടൽ 100 വരണം. ഓക്കെ, അപ്പോൾ ടോട്ടൽ 100 വരണം എന്തായാലും. അപ്പോൾ 25, ഇത് എത്ര ഡിഗ്രിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ആ 25% ബൈ 100 എന്ന് എഴുതി കൊടുക്കുക, ഇൻറ്റു എത്ര ചെയ്യണം, ഇൻറ്റു 360. വേറെ ഒരു വ്യത്യാസമില്ല, ഈ 360 100 അങ്ങോട്ട് മാറ്റി കൊടുക്കുക. ഓക്കെ, നേരത്തെ 360 താഴെയായിരുന്നു, 100 മുകളിലായിരുന്നു. ഇപ്പോൾ 100 താഴെയാണ്, 360 മുകളിലാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, 1/4 ഇൻറ്റു 360 വിച്ച് ഇസ് ഈക്വൽ ടു 360/4 പറഞ്ഞാൽ 90 ഡിഗ്രി. ഓക്കെ, കണ്ടാൽ തന്നെ അറിയാം, കണ്ടാൽ തോന്നില്ല അല്ലേ. ഓക്കെ, 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇങ്ങനെ പേഴ്സൻറ്റേജിൽ നിന്ന് ഡിഗ്രിയിലേക്കും ഡിഗ്രിയിൽ നിന്ന് പേഴ്സൻറ്റേജിലേക്ക് മാറ്റാനുള്ള ഇക്വേഷൻസ് കയ്യിൽ വേണം. ഓക്കെ, അപ്പോൾ ഇത് തന്നിട്ടുണ്ട്. ഒരു നേരത്തെ പറഞ്ഞല്ലോ, ഇത്രയും ചിലവുകളാണ്, എക്സ്പെൻഡിച്ചർ ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നിർത്താം. ഓക്കെ, ഇനി ഇതിലേക്ക് ആംഗിളിലേക്ക് മാറ്റം മാത്രമൊന്നുമല്ല കേട്ടോ, എത്രയാണ് എക്സ്പെൻഡിച്ചർ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി വരും. ഓക്കെ, എക്സാക്റ്റ് വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി വരും. ഇൻ ഇയർ 2012 ഈ ഇന്ത്യ ഹാഡ് എ ടോട്ടൽ ഓഫ് എക്സ്പെൻഡിച്ചർ, ടോട്ടൽ വന്നിട്ടുണ്ട് 120 ബില്യൺ. ഓക്കെ, ഹൗ മെനി ബില്യൺസ് ഡിഡ് ഇറ്റ് സ്പെൻഡ് ഓൺ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റിൽ എത്ര ചിലവാക്കി എന്നാണ് ക്വസ്റ്റ്യൻ. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത് പേഴ്സൻറ്റേജ് വൈസ് നമ്മളുടെ കയ്യിലുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റ് എത്രയാണ്, 9% ആണ്. അപ്പോൾ 9% ആണെന്ന് നമുക്കറിയാം, ഓൾറെഡി 9% ആണ് ചിലവാക്കുന്നത് നമുക്കറിയാം. ഇതിൻ്റെ 9% കണ്ടുപിടിച്ചാൽ മതി, അത്രയേ ഉള്ളൂ പണി. അപ്പോൾ ഇങ്ങനെ 9% ഓഫ് 120 ബില്യൺ. ഓക്കെ, അതെത്ര വരിക, അതെങ്ങനെ കാണുക, 9/100 ഇൻറ്റു 120 ബില്യൺ. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരമായി. അപ്പം ഇതാണ്. ഇനി പലർക്കും ഇതൊക്കെ 8ാം ക്ലാസ്സിലത്തെ 7ാം ക്ലാസ്സിലൊക്കെയാണ് തോന്നുന്നു. 9% ഒരു പെർസെൻറ്റേജിൽ തന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേണമെങ്കിൽ ഇത് നോട്ട് ചെയ്തോ, ഒരു 6% തന്നു കഴിഞ്ഞാൽ 6% ഓഫ് പി എന്ന നമ്പറിൻ്റെ 6% കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, 6/100 ഇൻറ്റു പി ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ 9% ഓഫ് 120 ബില്യൺ കാണാൻ വേണ്ടിയിട്ട് 9/100 ഇൻറ്റു 120 ബില്യൺ ചെയ്ത പോലെ തന്നെ ഓക്കെ നമുക്കൊരു ഫോർമുലയായിട്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ കാൽക്കുലേറ്റർ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ 10.8 ബില്യൺ എന്ന് വരും, അവിടെ ഫ്രാക്ഷൻ വരും. ഇനി ഇഫ് 9 ബില്യൺ വർ സ്പെൻഡ് ഇൻ ഇയർ 2012 ഫോർ വെറ്ററൻസിന് 9 ബില്യൺ സ്പെൻഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എക്സ്പെൻസ് തിരിച്ച് വെറ്ററൻസിന് 9 ബില്യൺ സ്പെൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് വെറ്ററൻസിൻ്റെ പെർസെൻറ്റേജ് ആദ്യം നോക്കിയേക്കാം. വെറ്ററൻസിന് എത്ര പെർസെൻറ്റേജ് യൂസ് ചെയ്തിട്ടുണ്ട്, ഐ തിങ്ക് 6. ഓക്കെ, നമ്മൾ നേരത്തെ വായിച്ച എന്താണെന്ന് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞില്ലേ. വെറ്ററൻസിന് 6% ആണ്, അതായത് വെറ്ററൻസിന് 6%
ഓക്കെ, 6% ആണെന്ന് നമുക്കറിയാം. 6% ഓഫ് എത്രയും നമ്മൾ തന്നിട്ടില്ല. അപ്പം വേണമെങ്കിൽ അവിടെ പി എന്ന് എടുക്കാം. 6% ഓഫ് വേണമെങ്കിൽ പി എന്നാണ് ടോട്ടൽ എന്ന് എഴുതാം. എത്ര ചിലവാക്കേണ്ടത്? 9 ബില്യൺ ആണ്. നിങ്ങൾക്ക് വേറൊരു ഫോർമുലയായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ തന്നെ, അല്ലാതെ തന്നെ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ചെയ്യാം. 9% ഓഫ് പി 6% ഓഫ് ടോട്ടൽ 9 ബില്യൺ ആണ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഫോർമുല എന്തായിരുന്നു? 6% ഓഫ്, അപ്പോൾ 6/100 ഇൻറ്റു പി ഇസ് ഈക്വൽ ടു 9 ബില്യൺ അല്ലേ. അപ്പോൾ പി കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ 6/100 അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പോൾ എന്ത് വരും? പി ഈക്വൽ ടു 9 ഇൻറ്റു 6/100 അങ്ങോട്ട് പോകുമ്പോൾ 100/6 ആവും. 9ഉം 6ഉം ഒക്കെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് 3/2 ഒക്കെ വരും. 3 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ഇനി 3 ഇൻറ്റു 100/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 ബില്യൺ. ഓക്കെ, 150 ബില്യൺ, ഓപ്ഷൻ ബി. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ഒരു കാറ്റഗറി, അതായത് നമ്മുടെ പൈഡാഗ്രായിട്ട്. അപ്പോൾ ഇത് ആംഗിൾ വൈസും തരാം. ഓക്കെ, പെർസെൻറ്റേജ് ഒക്കെ മാറ്റിട്ടൊക്കെ അറിയണത് നല്ലതാണ്. ഈ ലാസ്റ്റത്തെ ഒരു കാറ്റഗറി ലൈൻ ഗ്രാഫ്. ലൈൻ ഗ്രാഫ് അതെ നിങ്ങൾ സൈഡിൽ കണ്ടിട്ടുണ്ടാവും. ഇതിങ്ങനെ ഇപ്പോൾ നമുക്ക് ബാർ ഗ്രാഫ് തന്നില്ലേ, കുറേ ബാറുകൾ ഉണ്ടായിരുന്നില്ലേ, അതിന് പകരം കണക്ട് ചെയ്തപ്പോൾ 2007 എത്രയാണെന്നുള്ള ഒരു ഡോട്ട് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. 2008 മാർക്ക് ചെയ്തിട്ടുണ്ട്. 2009 ഒരു പോയിന്റ് വെച്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ കണക്ട് ചെയ്ത് ഇങ്ങനെ വരച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇത് വായിക്കുന്ന ഒരാൾ എങ്ങനെ വായിക്കേണ്ടത്? ഇപ്പോൾ എക്സ്പോർട്ട് ഓവർ ദ ഇയേഴ്സ് ഇൻ 100 ക്രോറിൽ, അതായത് ഇതൊക്കെ ക്രോറിലാണ് നമ്പേഴ്സ്. 100 crore, 200 crore എന്നൊക്കെ പറഞ്ഞത് ഇതൊക്കെ ഇയേഴ്സിലാണ്. അപ്പോൾ 2007 എത്രത്തോളം എക്സ്പോർട്ട് നടന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മളത് സൂക്ഷ്മമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ 2007 300 കോടിയുടെ എക്സ്പോർട്ട് നടന്നിട്ടുണ്ട്. പക്ഷേ 2008 അതൊന്ന് കുറഞ്ഞിട്ടുണ്ട്, 200 കോടി. നിങ്ങൾ വാർത്തയൊക്കെ വായിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, അവരിങ്ങനെ ചിത്രം നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നത് 2008 200 കോടിയേ ഉള്ളൂ. 2009 പക്ഷേ കുറച്ച് അധികം ഉണ്ട്, 600 കോടിയുണ്ട്. പക്ഷേ 2010 കുറച്ചും കൂടെ കുറഞ്ഞു. 500-400 ഇടയ്ക്ക് വരെ വരാറുണ്ട്. അവിടെയാണ് കുഴങ്ങുക. 500-400 ഇടയ്ക്ക് പറഞ്ഞാൽ നമുക്ക് കോമൺ സെൻസ് ഉള്ള ആൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. 500-400 കറക്റ്റ് സെൻറ്ററിലുള്ള വര 450 ആയിരിക്കും. അപ്പോൾ 450 ക്രോർ ആണെന്ന്. 2011 അതേ 600 കോടിയുണ്ട്. ഓക്കെ, 2012 800 കോടിയുണ്ട്. അപ്പോൾ 2013 950 കോടിയുണ്ട്. ഇതിങ്ങനെ റീഡ് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതാണ് അടുത്ത കാറ്റഗറി. അപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, പെട്ടെന്ന് റീഡ് ചെയ്യാൻ പറ്റും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ബാർ ഗ്രാഫ് പോലെ തന്നെയാണ്. ഇനി ചോദ്യങ്ങൾക്ക് കിടക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ എക്സ്പോർട്ട് ഇൻ ദ ഇയേഴ്സ് 2009 ആൻഡ് 2010? സിമ്പിൾ ക്വസ്റ്റ്യനാണ്. 2009 2010 ഉള്ള എക്സ്പോർട്ടിലുള്ള ഡിഫറൻസ് എത്രയാണ്? അപ്പോൾ 2009 എത്ര ഉണ്ട്? 2009 ഇങ്ങനെ നോക്കുക, 600 കോടിയുണ്ട്. 2010 450 കോടിയുണ്ട്. അപ്പോൾ 600-450 ഡിഫറൻസാണ്. ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവാണ് കേട്ടോ, എപ്പോഴും വലുതും ചെറുത് കുറയ്ക്കുക. അപ്പോൾ 600-450 കുറച്ച് കഴിഞ്ഞാൽ 150 കോടി. അത്രയേ ഉള്ളൂ. അതാണ് റിക്വയർഡ് ഡിഫറൻസ് ഈക്വൽ ടു 600-450 കുറച്ച് 150 കോടി. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഇൻക്രീസ്? അവിടെ ഞാൻ പറഞ്ഞു പെർസെൻറ്റേജ് ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇക്വേഷൻ? ഡിഫറൻസ് മുകളിൽ എഴുതുക, താഴെ ഇനീഷ്യൽ എഴുതുക, ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ എക്സ്പോർട്ട്സ് ഫ്രം ദ ലോവസ്റ്റ് ദ ഹയസ്റ്റ്. ഇതിൽ നിങ്ങൾക്ക് തന്നെ കണ്ട ലോവസ്റ്റ് നിന്ന് ഹയസ്റ്റിലേക്ക് പോകുമ്പോഴുള്ള പെർസെൻറ്റേജ് ഇൻക്രീസ്. അതായത് ലോവസ്റ്റ് ഏതാ ഇവിടെ? 2008 ഏറ്റവും കുറവ് 200 കോടി. ഓക്കെ, ഇവിടെ ലോവസ്റ്റ് 200 കോടിയാണ്. 2000 അല്ലേ, ഓക്കെ 200 കോടിയാണ്. ഹയസ്റ്റ് ഇതേ ലാസ്റ്റാണ്, ഏറ്റവും കൂടി 950 കോടിയുണ്ട്. ഓക്കെ, ഇതിലേക്കുള്ള പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഡിഫറൻസ് മുകളിൽ എഴുതുക. ഡിഫറൻസ് എന്താണ്? 950 മൈനസ് 200 മുകളിൽ എഴുതുക. ഇനീഷ്യൽ അല്ലെങ്കിൽ ഇൻക്രീസ് അല്ലേ ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ ഏറ്റവും കുറവുള്ളത് ഇൻക്രീസ് ആണ്. അപ്പോൾ ഏറ്റവും കുറവുള്ളത് വിച്ച് മീൻസ് 2008 എത്രയാണ്? 200 ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ 950 മൈനസ് 200 പറഞ്ഞു കഴിഞ്ഞാൽ 750/200 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസലായി പോയി, താഴെ 2 വരും. 750/2 എന്ന് പറഞ്ഞാൽ 375%. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? അപ്പോൾ ഈ രീതിയിൽ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നല്ല വലിയ പണിയൊന്നും ഇല്ലാത്ത സെക്ഷനാണ്. അപ്പോൾ നിങ്ങൾ ഇതിലത്തെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കൂ പറ്റുന്നിടത്തോളം. വലിയൊരു പണി നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. മെൻസുറേഷൻ ആൻഡ് ജോമെട്രി പോലെയുള്ള കോംപ്ലിക്കേഷനൊന്നുമില്ല. ഓക്കെ, പിന്നെ